നിന്ന് അല്പം നിനക്ക് ഞാൻ നൽകും. ആഖിറത്തിന് വേണ്ടി ഓടിയവനെ, തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കാൻ അലപ്പോട് പള്ളിയുടെ ജമാഅത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടിയവനെ, ജുമഅക്കും ജമാഅത്തും കടയടച്ചുകൊണ്ട് വന്ന മനുഷ്യ, വമാ കാന യുരീദു ഹർഫൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയാണ് നീ നടത്തിയത് എങ്കിൽ നസിദ് ലഹു ഫീ ഹർഫിഹി, നിനക്ക് നാം ആ കൃഷിയിൽ വർധനവ് നൽകുന്നതാണ്. നിന്റെ ബിസിനസ്സിൽ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ ജീവിത ചുറ്റുപാടുകളിൽ, നിന്റെ കുടുംബങ്ങളിൽ, നിന്റെ ധനത്തിൽ, നിന്റെ സമ്പാദ്യത്തിൽ, നിന്റെ മക്കളിൽ നിനക്കുള്ള സർവ്വതിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നതാണ്. എല്ലാത്തിലും ബറക്കത്തുണ്ട്. ആഖിറത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ പല കാര്യങ്ങളും കാറ്റടിക്കുമ്പോ, മഴ പെയ്യുമ്പോ, അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോ എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം ബഹുമാനപ്പെട്ടവർ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഈ അടുത്ത ഗ്രന്ഥങ്ങൾ പരതി ഇത് അറിഞ്ഞത് മുതൽക്ക് ഇന്നുവരെ മുടക്കിയിട്ടില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് ആ സഹാബത്തിന്റെ വാക്കാണ്. അതാണ് നമ്മളിത് വായിച്ചിട്ടൊക്കെ പോവാൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബിതങ്ങളിൽ നിന്ന് കേട്ടത് മുതൽക്ക് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു അരുമ ശിഷ്യനാണ്. 10 വർഷം നബിയുടെ ഖാദിമായിരുന്നു, വീട്ടിൽ ജോലിക്കാരനായിരുന്നു, സഹാബിയ. 126 വർഷത്തോളം ആയുസ് കിട്ടിയ വ്യക്തി കൂടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എന്റെ മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ആരും കേട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു. ആ വാക്കാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. കാരണം നമ്മളിത് കേട്ടിട്ട് ഇതിനെ അലസമാക്കി വിട്ടാൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നും മുടങ്ങാറില്ല. അല്ലാഹു മരണം വരെ നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. ഇത് നിങ്ങൾ കൂടി പറഞ്ഞിരുന്നത് എന്തിനാ? നിങ്ങൾ ഈ രാത്രിയെ ബഹുമാനിച്ച്, ലൈലത്തുൽ ബഹുമാനിച്ച് ഈ രാത്രി ഉറക്കമടിച്ച് വന്നവരാണ്. എന്തെങ്കിലും അമല് ചെയ്യാനും കൂട്ടാക്കുന്ന മഹല്ലത്തിന്റെ പരിസരത്തുള്ള ആളുകളാണ്. നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടേ ഗുണമുള്ളൂ, അല്ലാതെ വല്ലവർക്കും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പറയാണ്. പെരുന്നാൾ രാവിലെ ആരെന്ത് പേക്കൂത്തുകൾ കാണിച്ചോട്ടെ, അടക്കം പൊട്ടിക്കാൻ പോകുന്നു, അവിടെ പോകുന്നു, നിങ്ങൾ ഇതൊന്നുമല്ല. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഇതൊരു 400 പ്രാവശ്യം ചെല്ലുക, തക്ബീർ ഒരു 100 പ്രാവശ്യം ചെല്ലുക, മക്കളെ കുടുംബങ്ങളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് തക്ബീറൊക്കെ അധികരിപ്പിക്കുക. ഇതൊക്കെ ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു അവരെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കാൻ തൗഫീഖ് തരട്ടെ. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് ചെയ്യേണ്ട അമലൊക്കെ പറഞ്ഞത് വിക്രന്ത ഒന്നുകൂടിയൊക്കെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം? 400 വട്ടം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു അമലും കൂടിയുണ്ട്, അതിന്ന് പറയുന്നില്ല, ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പറയും. എന്താ? പെരുന്നാളിന്റെ അന്നത്തെ ദിവസം പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം ഒരു അമലുണ്ട്. അത് മഗ്‌രിബിന് മുമ്പായി ചെയ്താൽ നമ്മൾ മരിച്ച് കബറിലെത്തിയാൽ 1000 പ്രകാശം കബറുണ്ടാവും, 1000 ലൈറ്റ് കബറുണ്ടാവും. ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറയല്ല, ഹദീസാണ്. ഖബർ പ്രകാശിക്കും. എത്ര ലൈറ്റ് ഉണ്ട്? 1000 ലൈറ്റ് ഉണ്ട്. അങ്ങനെയുണ്ടോ? ദഖല ഫീ ഖൽബി ഖബരിഹി അൽഫ നൂരിൻ. ഹദീസാണ്. അവന്റെ ഖബറിൽ 1000 പ്രകാശം ഉണ്ടാവും. എന്നല്ല, നമ്മൾ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ പള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ കുടുംബാദികൾക്ക് ഈ പറയുന്നതാകുന്ന ദിക്ർ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ചെയ്യാനുള്ള ആ ഔറാദ് അത് ചെല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അവരുടെ ഖബറിലും 1000 പ്രകാശം അല്ലാഹു ഇട്ട് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഠിക്കട്ടെ, എന്താ വേണോ? ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പറയും. അല്ലാഹു തൗഫീഖ്. അത് വരുന്ന ഞായറാഴ്ച